ഇന്ത്യയിൽ സാധാരണ പാടില്ലാത്ത അല്ലെങ്കിൽ കിട്ടാത്ത മാനർച്ചി ദുബായിൽ എവിടെയും കിട്ടുമോ എന്നായിരുന്നു ആളുടെ ചോദ്യം. ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും എൻ്റെ പേഴ്സണൽ ലൈഫിലും ഞാൻ ഏറ്റവും വാല്യൂ കൊടുക്കുന്നത് ബന്ധങ്ങൾക്കാണ്. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വെറും ക്ലയൻ്റൊക്കെ ആയിട്ട് കയറി വരും. പക്ഷേ കാലം ഇങ്ങനെ കഴിയുമ്പോൾ അവർ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി മാറിയ പോലെ തോന്നും. ഇന്ന് ദുബായിലേക്ക് എനിക്ക് വരുന്നത് എനിക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ പേഴ്സണാണ്. ക്ലയൻറ്റ് എന്നതിലുപരി വളരെ അടുത്ത സുഹൃത്തും സ്വന്തം ബ്രദറിനെ പോലെ ഞാൻ കാണുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് രാവിലെ റെഡിയായി ഉടനെ എൻ്റെ സ്ഥിരം ആയുധമായിട്ടുള്ള ലാൻഡ് ക്രൂസർ എടുത്ത് നേരെ വിട്ടു സർവീസ് സ്റ്റേഷനിലേക്ക്. സ്പെഷ്യൽ ഗസ്റ്റ് വരുമ്പോൾ കാറും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. സർവീസ് കഴിഞ്ഞ് കുറച്ച് ഓഫീസ് വർക്ക് ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അദ്ദേഹത്തിനായി ഒരു ചെറിയ റോസ് വാങ്ങി നേരെ എയർപോർട്ടിലേക്ക്. എയർപോർട്ടിൽ നിന്നും പിക്ക് ചെയ്തതോടെ കുറേ നാളുകൾക്ക് ശേഷമുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു റീയൂണിയൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ചില ഇമ്പോർട്ടൻറ്റ് ഒഫീഷ്യൽ മീറ്റിംഗ്സ് ഉണ്ടായിരുന്നതാൽ നേരെ വിട്ടു മീറ്റിംഗ് ലൊക്കേഷനിലേക്ക്. പോകുന്ന വഴിയിലാണ് രാത്രി ഡിന്നറിനെ കുറിച്ചുള്ളൊരു ഡിസ്കഷൻ വന്നത്. ഇന്ത്യയിൽ സാധാരണ പാടില്ലാത്ത അല്ലെങ്കിൽ കിട്ടാത്ത മാനർച്ചി ദുബായിൽ എവിടെയും കിട്ടുമോ എന്നായിരുന്നു ആളുടെ ചോദ്യം. അതേ മീറ്റിങ്ങിലായിരുന്ന സമയത്ത് ഞാനൊരു നാടൻ ലഞ്ച് കഴിക്കാൻ പോയി. ചോറും കറികളും കൂടെ നല്ല കുഞ്ഞമ്മത്തി പൊരിച്ചതും ഒരു പെർഫെക്റ്റ് കേരള ലഞ്ച്. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഹോട്ടൽ ഡ്രോപ്പ് ചെയ്ത് ഞാൻ റൂമിലേക്ക് മടങ്ങി. പക്ഷേ മാനർച്ചി കണ്ടെത്തി കൊടുക്കണമെന്ന കാര്യം മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ദുബായിൽ എന്തൊക്കെ സ്ഥലങ്ങൾ കാണണം, ഏത് ഏജ് ഗ്രൂപ്പിന് എന്ത് എക്സ്പീരിയൻസ് ആണ് നല്ലത്, ഇതെല്ലാം ചോദിച്ചാൽ എനിക്ക് നല്ല ധാരണ ഉണ്ട്. പക്ഷേ ഫുഡി ക്ലയൻസ് വന്നാൽ ഞാൻ പതുക്കെ ഫോൺ എടുത്ത് എൻ്റെ അടുത്ത ചങ്കായിട്ടുള്ള അൻഷാദിനെ വിളിക്കും. കാരണം ദുബായിൽ അൻഷാദിനെ അറിയാത്ത റെസ്റ്റോറൻറ്റ് വളരെ കുറവാണ്. ഞാൻ ദുബായിയുടെ ട്രാവൽ ഗൈഡാണെങ്കിൽ അവൻ എൻ്റെ ഫുഡി ഗൈഡാണ്. അങ്ങനെ അൻഷാദിൻ്റെ സഹായത്തോടെ ദുബായിലെ മാനർച്ചി കിട്ടുന്ന റെസ്റ്റോറൻറ്റ് കണ്ടെത്തി ഡിന്നറിന് അവനെയും കുട്ടിയാണ് പോയത്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട് റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു അത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിന് അദ്ദേഹം ഏറെ ആഗ്രഹിച്ച മാനർച്ചി അവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു. നല്ല ഭക്ഷണവും ഒരുപാട് തമാശകളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ അവസാനിച്ചു. ബിസിനസ് നമുക്ക് ഒരുപാട് ക്ലയൻസിനെ തന്നിട്ടുണ്ട്. പക്ഷേ ചില ക്ലയൻസ് ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പായി മാറാനുണ്ട്. കം ആസ് എ ക്ലയൻറ്റ്, ബിക്കം എ ഫാമിലി. വെൽക്കം ബാക്ക് ടു ദുബായ്.